ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ പാചകം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അതെന്താണ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചാളയാണ്. മത്തിയെന്നും പറയും, കൊല്ലക്കാരൊക്കെ ചാളയെന്നാണ് മെയിനായിട്ട് ഇത് പറയുന്നത്. അതാ കണ്ടോ. അപ്പോൾ ഇന്നത്തെ പാചകം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത് കണ്ടിച്ചെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി കാണാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണേ. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു മീനിട്ട് മാവും ചേർത്തൊരു കുറുക്ക് പരിപാടി ആണ് ഉണ്ടാക്കുന്നത്. ചാള മീനാണ് ഇത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം പൊടി, മസാലപ്പൊടി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാവിട്ട് കുറുക്കിയെടുക്കും. കിണ്ടി എടുക്കണം. ഇപ്പോൾ നമ്മൾ മൈദാ മാവ് വെച്ച് മീനും ചേർത്ത് കുറുക്കിയ ഇതിൻ്റെ പേര് ഞങ്ങളൊക്കെ പറയുന്നത് കൊല്ലം കുറുക്കൽ എന്നാണ്. കുറുക്കൽ മൈദാ മാവാണ് ഇതിന് മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ അരിമാവും ചേർത്ത് കുറുക്കുക. ഇതിൽ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്താണ് ഇത് കുറുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റായി. ഓക്കെ. എൻ്റെ വീഡിയോസ് കാണണേ. ഓക്കെ. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നൊരു മീനിട്ട് മാവും ചേർത്തൊരു കുറുക്ക് പരിപാടി ആണ് ഉണ്ടാക്കുന്നത്. ചാള മീനാണ് ഇത്. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം പൊടി, മസാലപ്പൊടി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മാവിട്ട് കുറുക്കിയെടുക്കും. കിണ്ടി എടുക്കണം. ഇപ്പോൾ നമ്മൾ മൈദാ മാവ് വെച്ച് മീനും ചേർത്ത് കുറുക്കിയ ഇതിൻ്റെ പേര് ഞങ്ങളൊക്കെ പറയുന്നത് കൊല്ലം കുറുക്കൽ എന്നാണ്. കുറുക്കൽ മൈദാ മാവാണ് ഇതിന് മെയിനായിട്ട് ചേർക്കുന്നത്. പിന്നെ അരിമാവും ചേർത്ത് കുറുക്കുക. ഇതിൽ പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്താണ് ഇത് കുറുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റായി. ഓക്കെ. എൻ്റെ വീഡിയോസ് കാണണേ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചാള മീനിട്ട് കറി വെക്കാൻ തേങ്ങാക്കറിയാണ്. അതിൽ കറി അങ്ങോട്ട് വെച്ചേ ഉള്ളൂ, അരപ്പ് വെച്ചേ ഉള്ളൂ. കലയ്ക്ക് അടുപ്പിലോട്ട് വെച്ചതേ ഉള്ളൂ. ഇതിൽ മുരിങ്ങയ്ക്കുണ്ട്, തക്കാളി, പച്ചമുളക്, ഈ കറിവേപ്പിലയും കൂടെ ഇടണം. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട്. മീൻ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഇതെല്ലാം വെന്തതിന് ശേഷം മീനിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. മാവ് ഇത് മീനിൻ്റെ കൂടെ മീനിട്ട് കുറുക്കുന്ന ഒരു മാവ് ചേർത്ത് കുറുക്കുന്ന ഒരു പരിപാടി. ഇതാണ് ഞങ്ങൾ കൊല്ലത്തൊക്കെ കുറുക്കൽ എന്നാണ് പറയുന്നത്. ഇതിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്രയും ചേർത്താണ്. പച്ചമുളക്, കറിവേപ്പില, പുളിയൊന്നും ചേർക്കത്തില്ല. മുളക് പൊടി ഞാൻ ചേർക്കത്തില്ല കേട്ടോ. ഇത് മാവ് വെച്ച് കുറുക്കുന്നതാണ്. മാവും മീനും കൂടെ ചേർത്തുള്ള കുറുക്കലാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ കൊല്ലക്കാർക്ക് ഭയങ്കര പ്രാധാന്യമാണ്. വല്ലപ്പോഴുമൊക്കെ, എന്നൊന്നും ചെയ്യത്തില്ല, വല്ലപ്പോഴുമൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുറുക്കൽ റെഡി ആയിട്ടുണ്ട്. ഇത് മാവ് എന്ന് വെച്ചാൽ മൈദാ മാവാണ് കേട്ടോ. മൈദാ മാവാണ് ചേർത്തിരിക്കുന്നത്. മീൻ ചാളയുടെ മുട്ടപ്പരിചിലുണ്ടല്ലോ, അതും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണണേ. ഇപ്പോൾ നമ്മൾ മുരിങ്ങയ്ക്കായും തക്കാളി, പച്ചമുളകെല്ലാം നല്ല വെന്ത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാള ഇട്ട് കൊടുക്കുക. കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 ചാളയുടെ മണ്ടയും കൂടെ വൃത്തിയാണ് എടുത്തിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ താളിച്ച് റെഡിയായി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ റെഡിയായി. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ പിന്നെ മത്തി പൊരിച്ചതും പരിഞ്ഞിലുമാണ് ഇത് ഇരിക്കുന്നത്. മാവും മീനും ഇട്ട് കുറുക്കിയൊരു ഐറ്റമാണ് ഈ കാണുന്നത്. മൈദാ മാവ് ഇട്ട് കുറുക്കിയത്. പിന്നെ ചോറ്, പിന്നെ തൈരിരിപ്പുണ്ട്, അച്ചാറിരിപ്പുണ്ട്. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോസാണ്. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.